ഇന്നലെ നമ്മൾ ചെയ്തത് നമ്മൾക്ക് ഇന്നത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? മിനിമം അല്ലെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അത് രണ്ടിനും ഈക്വൽ ടു 0 ആയിരിക്കണം, മാക്സിമം ആയാലും മിനിമം ആയാലും. മിനിമത്തിന് എന്താ കണ്ടീഷൻ? മിനിമത്തിന് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയാൽ ആ ഗിവൺ ഫംഗ്ഷൻ മിനിമം ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതോ ഒരു മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ഇനി ആ കണ്ടീഷൻ നമ്മൾ 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ എ സി ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന് നമ്മൾ എ സി ഡാഷ് അതൊന്നും കൂടി ഒരു ഡാഷ് മുകളിലിട്ടാലും നമ്മൾക്ക് മനസ്സിലാവുന്ന ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെന്നാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 ഡാഷ് മോളിൽ വരികയാണെങ്കിൽ 2 ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇതും നമ്മൾ സാധാരണ മാത്സിൽ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ്. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അത് യൂസ് ചെയ്തിരിക്കുന്നത്. എ സിയുടെ ഒരൊറ്റ വരയുള്ളൂ എങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. ഇവിടെ ഞാൻ 2 വര വരച്ചിട്ടുണ്ട്. എ സി ഡാഷ് എന്നാണ് അതിന് പറയുക. ഫസ്റ്റ് ഡെറിവേറ്റീവിന് നമ്മൾ സാധാരണ ഇങ്ങനെയും കൂടി എഴുതാറുണ്ട്. അതായത് എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്, എക്സ് ഡബിൾ ഡാഷ് എന്ന് എവിടെയും കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നുള്ള ഒരു ഡിഫറൻസിയേഷനിൽ വരുന്ന ഒരു കോമൺ റൂളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ്. ഇവിടെ നമ്മൾക്ക് ഇതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ തന്നിരിക്കുന്ന കോസ്റ്റ് ഫംഗ്ഷൻ, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് കോസ്റ്റ് മിനിമം ആവുമ്പോൾ ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് എന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ മിനിമം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം, അതിന് ഈക്വൽ ടു 0 എഴുതുക, എന്നിട്ട് അതിൽ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അതിൽ ക്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. അത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഇനി ഇപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? എല്ലാവരും എഴുതുക, ഡി ബൈ ഡി ക്യൂ ഓഫ് എ സി. ഇതാണ് എഴുതേണ്ടത്. The first derivative of AC, that is d by dq. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. d by dq of AC എന്ന് എഴുതുക. That equal to 0 എന്ന് എഴുതുക. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. d by dq of AC equal to 0. That equal to എന്ന് എഴുതുക. ഇവിടെ നോക്കിയിട്ട് എഴുതുക, അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. d by dq of AC equal to 0. എന്നിട്ട് ഒന്നും കൂടി ഈക്വൽ ടു സൈൻ എഴുതുക. എന്നിട്ട് ആ എ സി ഫംഗ്ഷൻ ഒന്നും കൂടി ഇവിടെ ബ്രാക്കറ്റിൽ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. d by dq ഓഫ് ഈ ഫംഗ്ഷൻ 1/3 q സ്ക്വയർ മൈനസ് 3q പ്ലസ് 9. d by dq ഓഫ് ദിസ് എ സി ഫംഗ്ഷൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി എന്താ വേണ്ടത്? നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത്രേ ഇനി ഇവിടെ ചെയ്യാനുള്ളൂ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/3 ക്യൂ സ്ക്വയർ എത്രയാ? 1/3 ക്യൂ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എത്രയാ കിട്ടുക? 1/3 ഇൻറ്റു ക്യൂ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 2 ഇൻറ്റു ക്യൂ അല്ലേ? അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന. ഇത് എത്ര കിട്ടും? 2/3 ക്യൂ എന്ന് കിട്ടും അല്ലേ? 2/3 ക്യൂ എന്നാണ് കിട്ടുക. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന 2/3 ക്യൂ എന്നുള്ളത്. 1/3 ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു ക്യൂ സ്ക്വയറിന്റെ 2q ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 2/3 ക്യൂ. ഇനി 3qന്റെ ഡിഫറൻഷ്യൽ എത്രയാ? ക്യൂവിന്റെ ഡിഫറൻഷ്യൽ 1 ആണ്. അപ്പോൾ 3 - 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് -3. 9ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 0 അല്ലേ? 9 കോൺസ്റ്റന്റ് ആണ്, അതിൽ വേരിയബിൾസ് ഒന്നും വരുന്നില്ല. ഇറ്റ് ഈസ് 0. അതുകൊണ്ടാണ് നമ്മൾക്ക് എത്ര കിട്ടുക? ഈ എ സി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2/3 q മൈനസ് 3 ഈക്വൽ ടു 0 അല്ലേ? ഇത് ഈക്വൽ ടു 0 ആവണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കുക. നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആവറേജ് കോസ്റ്റ് മിനിമം ആക്കണമെങ്കിൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആവറേജ് കോസ്റ്റ് മിനിമം ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻ ഉണ്ട്. ആ 2 കണ്ടീഷനിൽ വരുന്നതാണ്, ഒന്ന് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഈക്വൽ ടു 0, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നെഗറ്റീവ് ആയിട്ട് കിട്ടണം. എന്നാലാണ് പോസിറ്റീവ് ആയിട്ട് കിട്ടണം. എന്നാലാണ് ആവറേജ് കോസ്റ്റ് മിനിമം ആവുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 2/3q മൈനസ് 3 ഈക്വൽ ടു 0. എന്നിട്ട് ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ q x ഒക്കെ വരുന്നുണ്ടെങ്കിൽ qന്റെ വാല്യൂ ഇവിടെ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് qന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. 2/3q മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ 2/3q ഈക്വൽ ടു 3 എന്ന് എഴുതാം അല്ലേ? അതായത് 2/3q മൈനസ് 3 ഈക്വൽ ടു 0. This can be written as 2/3q ഈക്വൽ ടു, അതായത് ഇതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി അത്രയേ ഉള്ളൂ. 2/3q ഈക്വൽ ടു 3. ഇതിൽ നമ്മൾക്ക് സുഖമായിട്ടും qനെ കണ്ടുപിടിക്കാൻ പറ്റും. q ഇവിടെ നിർത്തുക, ഇങ്ങോട്ടേക്ക് 2/3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എത്ര, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എത്രയാവും 2/3 എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ 3/2 ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 into 3 9/2 എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് അതിന്റെ സിംപ്ലിഫിക്കേഷൻ പ്രൊസീജിയർ. ഒരു മിനിറ്റ്, ആർക്കും അഡ്മിറ്റ് ആവാൻ പറ്റില്ല. നിങ്ങൾ ഈ 10 മിനിറ്റിൽ ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് പഠിക്കേണ്ടത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും വരിക. ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുക, ആവറേജ് കോസ്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0 എന്ന് അടിക്കുക, എന്നിട്ട് അവിടെ qന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ 2/3q മൈനസ് 3 ഈക്വൽ ടു 0 ആണ്. നമ്മൾ qന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ 3നെ ഇപ്പുറത്തെ സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി 2/3q ഈക്വൽ ടു 3, ദെൻ q ഈക്വൽ ടു ഇവിടെ ഇത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ 2/3 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻവേഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് 3/2, ദാറ്റ് ഈസ് 9/2 ഈക്വൽ ടു 4.5 എന്നുള്ളത് qന്റെ വാല്യൂ. ഇവിടെ ഫസ്റ്റ് ഇവിടെ തന്നെ qന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ദെൻ ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, നമ്മൾക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതാ? അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് 2/3q മൈനസ് 3നെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് AC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 ഫോർ മിനിമം AC അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് AC പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾക്ക് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ ഇവിടെ ഡബിൾ ഡാഷ് ഉണ്ട് കേട്ടോ, സോറി. അതായത് d/dq of AC dash, d/dq of AC dash എന്ന് പറയുന്നത്, അതായത് ഈ AC dash എന്ന് പറയുന്നത് 2/3q മൈനസ് 3 ആണ്. അതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് d/dq of 2/3q മൈനസ് 3. ഇതാണ് നമ്മളുടെ AC dash എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറയുക. ഇവിടെ ഇതിന്റെ ഡിഫറൻഷ്യൽ എത്രയാണ്? 2/3qന്റെ ഡിഫറൻഷ്യൽ എത്രയാണ് വരിക? 2/3 തന്നെയാണ് വരിക. കാരണം qന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 2/3q ആണ്. ഇതിന്റെ ഡിഫറൻഷ്യൽ ആണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2/3 അങ്ങനെ തന്നെ എഴുതുക. qന്റെ ഡിഫറൻഷ്യൽ എത്രയാ? ഇൻറ്റു 1 അല്ലേ? ദാറ്റ് ഈസ് 2/3 എന്ന് കിട്ടും. 2/3 ഇവിടെ പിന്നെ എന്താ? മൈനസ് 3 ആണ്, അല്ലെങ്കിൽ 3യുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2/3 എന്നാണ് കിട്ടുക അല്ലെ? ഈ 2/3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ. 2/3 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ അല്ല, അത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്താ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 ആക്കുക qന്റെ വാല്യൂ. ആ qന്റെ വാല്യൂ എന്തിനാ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ q വരും. ഇവിടെ നമ്മൾക്ക് ഒരു q മാത്രമേ, ഇപ്പോൾ ഇവിടെ q സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഒരു 2/3q എന്ന് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 4/3q എന്ന് വരും. അപ്പൊ ആ qയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ qന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് q വരാത്തതുകൊണ്ട് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇവിടെ എന്ത് പോസിറ്റീവ് വാല്യൂ കിട്ടി. ഇപ്പൊ സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കുക. ടോട്ടൽ കോസ്റ്റ് തന്ന് മിനിമം AC കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിന്റെ നിന്ന് നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇതാണ് ആവറേജ് കോസ്റ്റ്. ഇങ്ങനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആവറേജ് കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ദെൻ ഈക്വൽ ടു 0 എന്ന് അടിക്കുക. ദെൻ ഈക്വൽ ടു 0 അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ qന്റെ വാല്യൂ കണ്ടുപിടിക്കുക.
സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടിയതിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്നത് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് പറയാം നമ്മളുടെ ക്വാണ്ടിറ്റി Q എത്രയാ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 4.5 ആണ്. ഇപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് AC ഈസ് മിനിമം അറ്റ് Q ഈക്വൽ ടു 4.5 എന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അതായത് Q ഈക്വൽ ടു 4.5ലാണ് AC മിനിമം ആവുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ സ്റ്റെപ്പ് പറയാം. ടോട്ടൽ കോസ്റ്റ് തന്ന് ആവറേജ് കോസ്റ്റ് മിനിമം ആവുമ്പോൾ ഔട്ട്പുട്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ ആവറേജ് കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ആവറേജ് കോസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 ആക്കുക, ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ഫസ്റ്റ് ഡിഫറൻഷ്യലിനെ വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് ആണ് എങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന Q അതിലായിരിക്കും ഈ ആവറേജ് കോസ്റ്റ് മിനിമം ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് മിനിമം ആവുമ്പോൾ Q ഇത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ആൻസർ. ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ആ സ്റ്റെപ്പാണ് പഠിച്ചു വെക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാറ്റി മറിച്ച് മീൻസ് അതിൻ്റെ ഡിജിറ്റ്സ് ഒക്കെ വേറെ ആയിരിക്കും. ബട്ട് സ്റ്റെപ്പുകൾ നമ്മൾക്ക് ക്ലിയർ ആയിരിക്കണം. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അത് പിന്നെ അത്ര വലിയ ഇതില്ലാത്തത് കൊണ്ടാണ്. ഫൈൻഡ് ഓൾസോ ദി മാർജിനൽ കോസ്റ്റ് അറ്റ് ദി ലെവൽ ഓഫ് Q. ഇവിടെ ആർക്കെങ്കിലും ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റുമോ? വെൻ AC ഈസ് മിനിമം AC ഈക്വൽ ടു MC. വെരി സിമ്പിൾ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. AC മിനിമം ആകുമ്പോൾ AC MC മിനിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്ര കിട്ടുക? Q 4.5 തന്നെയാണ് കിട്ടുക നമ്മുടെ വാല്യൂ ഇട്ട് നോക്കുമ്പോൾ. അതുപോലെ അത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ആ തിയറിയിലേക്ക് വരാം. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഡിഫറൻഷ്യൽ ഓഫ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ആവറേജ് കോസ്റ്റിനെ അല്ല, മാർജിനൽ കോസ്റ്റിനെയാണ്. മനസ്സിലായല്ലോ? ഇവിടെ മാർജിനൽ ടോട്ടൽ കോസ്റ്റിനെയാണ്. അതായത് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ കോസ്റ്റിനെയാണ്. അതായത് ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ, അതായത് ടോട്ടൽ കോസ്റ്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആവറേജ് കോസ്റ്റ് മിനിമം കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിച്ച് അതിന്റെ ഡിഫറൻഷ്യൽ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. മാർജിനൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ടോട്ടൽ കോസ്റ്റിന്റെ ഡിഫറൻഷ്യൽ ആണ് എടുക്കേണ്ടത്, ആവറേജ് കോസ്റ്റിന്റെ ഡിഫറൻഷ്യൽ അല്ല എടുക്കേണ്ടത്. അതുകൊണ്ടാണ് മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു d/dq ഓഫ് TC എന്ന് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാവരും എഴുതുക. മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു d/dq ഓഫ് TC. ഇനി നമ്മൾ ആ TCനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ദാറ്റ് ഈസ് d/dq ഓഫ് TC ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1/3 Q³ - 3Q² + 9Q. ഇതാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ. അതവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. 1/3 Q³ - 3Q² + 9Q is the TC. ഇനി ഇതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുക. 1/3 ക്യൂബിന്റെ ഡിഫറൻഷ്യൽ എത്രയാണ്? 1/3 Q³ ആർക്കും പറയാൻ പറ്റുമോ? 1/3 Q³ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1/3 Q². ഓക്കെ, 1/3 Q³ എന്ന് പറയുമ്പോൾ 1/3 എന്ന് കിട്ടും. Q³ എത്ര വരിക? 3Q² അല്ലേ? 3Q² ആണ് വരിക. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3/3 Q² അല്ലെങ്കിൽ 3 ക്യാൻസൽ ചെയ്യുക. ഏത് നമ്മുടെ ലോജിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. 3/3 Q² എന്ന് പറയുന്നത് എത്രയാണ്? 1Q² അല്ലെങ്കിൽ it is the Q². അങ്ങനെയാണ് നമ്മൾക്ക് അവിടെ എന്ത് കിട്ടുന്നത്? Q² എന്ന് കിട്ടുന്നത്. ദാറ്റ് ഈസ് Q². ഇങ്ങനെയുള്ള ഈ ഫ്രാക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ റേഷ്യോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാൻ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും അതിനെ സിംപ്ലിഫൈ ചെയ്യാനും നമ്മൾ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ആദ്യത്തെ 1/3 ക്യൂബിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് Q² ആണ്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയുന്നുണ്ടോ? -3Q² എന്ന് പറയുന്നത് എത്രയാ?
Q 6Q ആണ് അല്ലേ 3 into 2 എന്ന് പറയുന്നത് 6ഉം Q സ്ക്വയറിന്റെ സോറി 3Q സ്ക്വയർ എന്ന് പറയുമ്പോൾ 3Q സ്ക്വയറിന്റെ 2Q ആണ് വരിക ദാറ്റ് ഈസ് 6Q ആണ് വരിക പിന്നെ 9Qന്റെ 9 എന്നും വരും ഇതാണ് മാർജിനൽ കോസ്റ്റ് ഇനി നമ്മൾ മാർജിനൽ കോസ്റ്റ് എത്രയാ മാർജിനൽ അറ്റ് Q equal to 5 4.5 ഇതിന്റെ മാർജിനൽ കോസ്റ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അതായത് ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ Qന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് അടുത്ത് ചെയ്യുന്നത് Q equal to 4 at Q equal to 4.5 എവിടെയൊക്കെ Q കാണുന്നോ അവിടെയൊക്കെ 4.5 ഇട്ട് കൊടുക്കുക അതിനെ സിംപ്ലിഫൈ ചെയ്യുക സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 2.25 ആണ് ആ സെയിം തന്നെയാണ് നമ്മൾക്ക് AC-ക്കും കിട്ടുക AC MC ഈക്വൽ ആയിരിക്കും ഇതാണ് നമ്മൾ ഇതിൽ AC-യുടെ വാല്യൂ എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി that is that the minimum of AC equal to MC നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് then ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നുകിൽ AC ആയിരിക്കാം AC-യുടെ മിനിമത്തിൽ Q കണ്ടുപിടിക്കാനായിരിക്കാം അല്ലെങ്കിൽ MC-യുടെ മിനിമത്തിൽ Q കണ്ടുപിടിക്കാനായിരിക്കാം ഏത് വന്നാലും നിങ്ങൾക്ക് ഈ കണ്ടീഷൻസ് സെയിം ആണ് അതായത് ഫസ്റ്റ് ഓർഡർ ഈക്വൽ ടു 0 സെക്കൻഡ് ഓർഡർ ഗ്രേറ്റർ ദാൻ 0 Qന്റെ വാല്യൂ കണ്ടുപിടിക്കുക Q പോസിറ്റീവ് ആണെങ്കിൽ ആ ലെവലിലായിരിക്കും ഇത് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് മിനിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് കൺക്ലൂഷനിലേക്ക് എത്താം ഞാൻ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇത് ഞാൻ ഷെയർ ചെയ്ത് തരാം ഗിവൺ ദി ടോട്ടൽ കോസ്റ്റ് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോളൂ എന്നിട്ട് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക ഗിവൺ ദി ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ നേരത്തെ ഇതിങ്ങനെയുള്ള റേഷ്യോ ഫ്രാക്ഷൻസ് ഇട്ടിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് ഗിവൺ ദി ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ TC equal to 1/10 Q square plus 5Q plus 200. Obtain quantity produced when average cost is minimum. Obtain quantity produced എന്ന് പറഞ്ഞാൽ obtain Q or find out Q when AC is minimum. അപ്പോൾ എന്താ സ്റ്റെപ്പ് ആദ്യം TC നിന്ന് AC കണ്ട സ്റ്റെപ്പുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നമ്മൾ എസ്സേ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ സ്റ്റെപ്പുകളാണ് നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് വരേണ്ടത് ഇതിലെ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത് TCയിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് AC കണ്ടുപിടിക്കുക എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ AC-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഡിഫറൻഷ്യൽ ഓഫ് AC എടുക്കുക തേർഡ് സ്റ്റെപ്പ് ഇനി എന്നിട്ട് ഇതിൽ ഈക്വൽ ടു 0 ആക്കുക Q കണ്ടുപിടിക്കുക തേർഡ് സ്റ്റെപ്പ് എന്താ സെക്കൻഡ് ഡെറിവേറ്റീവ് D'(AC) കണ്ടുപിടിക്കുക ദെൻ അതിൽ പോസിറ്റീവ് ആണോ അതിൽ കിട്ടുന്നത് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കുക ദെൻ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഈ ക്യൂല് നമുക്ക് കിട്ടുന്ന ക്യൂല് ഈ ആവറേജ് കോസ്റ്റ് ഫംഗ്ഷൻ മിനിമം ആയിരിക്കും എന്നുള്ളതാണ് കൺക്ലൂഷൻ ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മളത് ചെയ്യാൻ ആ സ്റ്റെപ്പുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് പ്രോബ്ലമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ സ്റ്റെപ്പുകൾ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മൾ കുറെ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഒക്കെ ഈസി ആയിട്ട് ചെയ്യും കാരണം നമ്മൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല പരീക്ഷയ്ക്ക് തെറ്റിക്കുന്നത് അതിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യും ബട്ട് ഇവിടെ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകൾ ആദ്യം പഠിച്ചു വയ്ക്കുക ഓക്കെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് എനിക്ക് ആൻസർ അയച്ചു തരണം ഇനി കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇതൊരു ഹോംവർക്ക് ആയിരുന്നു അടുത്തൊരു എക്സാമ്പിൾ എഴുതാം ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു TC ഈക്വൽ ടു Q into Q square minus 2 കോസ്റ്റ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് TC ഈക്വൽ ടു Q into Q square minus 2 find MC when output is 3 unit find MC when output is 3 unit
ഇവിടെ നമ്മൾ ഇതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം ഇതിനെ ഈ ബ്രാക്കറ്റ് ഒക്കെ റിമൂവ് ചെയ്യാം. അത് q ഇൻറ്റു ക്യൂ സ്ക്വയർ മൈനസ് 2 എന്നുള്ളതാണ്. q ഇൻറ്റു ക്യൂ സ്ക്വയർ മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇതിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഈ q കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. q ഇൻറ്റു ക്യൂ സ്ക്വയർ എത്രയാണ്? q 2 ഇൻറ്റു q എന്ന് പറയുന്നത് 2q എന്നുള്ളതാണ് വരിക. ദാറ്റ് ഈസ് q ക്യൂബ് മൈനസ് 2q എന്നുള്ളതാണ്. ഇതിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും ബ്രാക്കറ്റിൽ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾക്ക് ടി സി ഈക്വൽ ടു q into q square minus 2 എന്ന് കിട്ടി. അതായത് q cube minus 2q then marginal cost equal to d by dq of tc അല്ലേ? ഇവിടെ നമ്മളിവിടെ marginal cost when output is 3 എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. marginal cost കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് 3 ആവുമ്പോൾ marginal cost, അതായത് q എന്നുള്ളത് 3 ആവുമ്പോൾ marginal cost എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. q cube minus 2q marginal cost എന്ന് പറയുന്നത് എന്താ? d by dq of this ഫംഗ്ഷൻ അല്ലെ, ടി സി എന്ന് പറയുന്നത് ഡി ബൈ ഡി ക്യൂ ഓഫ് ടി സി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ക്യൂ. അത് ഒന്നിങ്ങനെ എഴുതണം കേട്ടോ, ഡി ബൈ ഡി ക്യൂ ഓഫ്, ഞാൻ നേരിട്ട് ആൻസർ എഴുതിയിരിക്കുകയാണ്, ക്യൂ ക്യൂബ് മൈനസ് 2q എന്ന് എഴുതിയിട്ട് വേണം അതിന്റെ ഡിഫറൻഷ്യൽ എഴുതാൻ. ക്യൂ ക്യൂബ് മൈനസ് 2qന്റെ ഡിഫറൻഷ്യൽ ആണ് എത്രയാ? q raised to 3യുടെ ഡിഫറൻഷ്യൽ എത്രയാ? 3q സ്ക്വയർ അല്ലെ? 3 into q, 3 minus 1 എന്ന് പറയുന്നത് 2 ആണ്. 3q സ്ക്വയർ ആണ് ഇതിന്റെ q raised to 3യുടെ ഡിഫറൻഷ്യൽ വരിക. 2qന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 2 ആണ് വരിക. അതായത് 3q സ്ക്വയർ മൈനസ് 2 ആണ് മാർജിനൽ കോസ്റ്റ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് q 3 ആവുമ്പോൾ മാർജിനൽ കോസ്റ്റിന്റെ വാല്യൂ എത്രയാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ qന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. 3 into 3 സ്ക്വയർ മൈനസ് 2 ദാറ്റ് ഈസ് 27 മൈനസ് 2 എന്ന് പറയുന്നത് 25 ആണ് ഇവിടെ ആൻസർ കിട്ടുക. ഇവിടെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നത് ഇങ്ങനെ ബ്രാക്കറ്റ് വരികയാണെങ്കിൽ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം തന്നെ ബ്രാക്കറ്റിന്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം ഡിഫറൻസിയേഷനിലേക്ക് പോവാൻ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ക്യൂവിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്ത് വെക്കുക. നമ്മൾ ഈ ആവറേജ് കോസ്റ്റ് മിനിമം അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് മിനിമം ആവുമ്പോൾ എത്രയാണ് ഔട്ട്പുട്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക. ആദ്യം ആവറേജ് കോസ്റ്റ് മിനിമം ആണെങ്കിൽ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുക, അതിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുക, ഈക്വൽ ടു 0 ഇടുക, ക്യൂ കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. പോസിറ്റീവ് ആണ് എങ്കിൽ ആ ലെവലിൽ നമുക്ക് ആദ്യം കിട്ടിയ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ക്യൂവിൽ ആ ഫംഗ്ഷൻ മിനിമത്തിൽ അത്രയും ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. മാർജിനൽ കോസ്റ്റ് ആണ് ഇവിടെ, മാർജിനൽ കോസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിലോ ഇവിടെ എ സിക്ക് പകരം നമ്മൾ എം സി കണ്ടുപിടിക്കുക. ആ എം സി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതേ സ്റ്റെപ്പൊക്കെ സെയിം തന്നെയാണ് വരിക, സെയിം പ്രൊസീജിയർ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനുമാണ് ഇന്ന് കണ്ടിട്ടുള്ളത്.